ചേട്ടൻ ചേട്ടാ ഹായ് മെസ്സേജിൻ്റെ ഇടയിൽ പോയി മെസ്സേജിൻ്റെ ഇടയിൽ പോയിരുന്നു. മെസ്സേജൊക്കെ ഒരു ആയി വരണ്ടേ? അല്ലടാ അത് ഫുള്ളായത് കൊടുത്തേക്ക്. പോയി എല്ലാം പോയി. അല്ല ഗൈസ് അവിടെ വരട്ടെ ഗൈസ്. ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ട്. മിക്കവാറും വായിക്കൂ. കണ്ണിറങ്ങിക്കുഞ്ഞ് അടുത്ത കണ്ണ് എന്തായിക്കോ? ലിച്ചു മച്ചു ചോട്ട ലിച്ചു മച്ചു മച്ചി ചിന്ന അങ്ങ് തൂക്കിലെത്തിക്കാനാണ്. മച്ചി മോക്ക് തെറ്റി. ഗുരുവായൂർ പോകാണെങ്കിൽ കാണാനുണ്ട്. കാണിച്ചു തരാ. കാണിച്ചു തരണം. ഉടനടി ഞാൻ ഗുരുവായൂർ പോകുന്നതാണ്. പാൻറ് ഷർട്ട് ഞാൻ വാങ്ങിത്തരും. ഉറപ്പാ? ഉറുപ്പിൻ്റെ ഉറുപ്പ്. ഉറപ്പിന് ഉറപ്പ് വലിയ ഉറപ്പാ. ಯಾರು ಎಂದೇ ಮೆಸೇಜ್ ಅಯಕತ್ತೆ? സമയം 10:30. 65 ആള് കാണുന്നുണ്ട്. മിസ്റ്റർ കെടി യുഗി ഹായ് അക്ക ആൻഡ് ഹായ് അണ്ണ. ഹായ് തമ്പി. തമിഴ്നാട്ടിലുള്ളവരാ ഡീസൻറ്റ്. അവൻ തുടങ്ങിയ വീടാൻ. ഗൈസ് ആരുമില്ല. നല്ല ചൂട് പഴംപൊരിയും ചായ ആഗ്രഹമുണ്ട്. പുറത്ത് പോയി കുടിക്കാം. ചൂട് പഴംപൊരി ഇടയും കിട്ടില്ലല്ലോ. ശരി. ഇതാരാ? ഹസ്ബൻഡാണോ? അല്ലെന്ന് പറയാൻ എൻ്റെ ഹസ്ബൻഡിനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അവനത് ഗിൽസൊക്കെ പൊളിക്കുന്നു. ആരാ ഗിൽസ് പൊളിച്ചേ? ഞാൻ തലയിലൊന്ന് വാരി രേണു സുധീൻ്റെ ആദ്യം നീണ അടക്കാണ്ട്. അതേ ഉള്ളൂ. അറിയാത്തത് കൊണ്ട് ചോദിച്ചതാണ്. അങ്ങനെയാ. ഞാൻ ഇവൻ്റെ മച്ചാൻ, ഇവൻ എൻ്റെ മച്ചാൻ. ഞങ്ങൾ തമ്മിൽ മച്ചാനുള്ള ബന്ധം അല്ലേ മച്ച? ആർക്കും എന്താ വിടാന് ഒരു മടി പോലെ. പേടിക്കണ്ട, ഒന്നും ചെയ്യൂല. ഏറിപ്പോയാ ഒന്ന് മാന്തു, അത്രേ ഉള്ളൂ. കാണുന്നുണ്ട് 98 ആൾക്കാർ കാണുന്നുണ്ട്. നിങ്ങൾ ഇതൊക്കെ എന്ത് കുന്തം കാണുന്നത്? നിങ്ങൾ ഇങ്ങനെ നോക്കിയൊക്കെ നേരം കൊണ്ട് ടൈപ്പ് ചെയ്തിട്ട് 4 വർത്താനം കൊണ്ട് പറയും. നമ്മൾ പരദൂഷണം പറയാൻ വന്നതല്ലേ കോയാ? പറേ അങ്ങനെ. ഇവൻ കല്യാണം കഴിച്ചതാണോ? ആണോ? 2 പ്രാവശ്യം കഴിഞ്ഞതാണ്. ഇനി ഒരിക്കൽ കൂടി കഴിക്കണം. മുഹമ്മദ് എന്താണ്?
Abhi hot. Hi sister. Hi Arun. Sorry. Hi. ഹായ്, നിന്റെ ഹസ്ബൻഡ് എവിടെ? അങ്ങ് ഫായ് മലയാളക്കണികളിൽ അങ്ങേരെ കാണാതായിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായി. ഒരുപാട് പത്രങ്ങളിൽ ഞാൻ കൊടുത്തു, ഒരുപാട് ന്യൂസുകളിൽ ഞാൻ കൊടുത്തു. പക്ഷെ അദ്ദേഹത്തിന് കിങ് ഓഫ് കിങ് ചിലപ്പം പോയണ്ടാവൂടാ. ബിഗ് ബോസ് ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ പോവും. യവൻ പോവണം. ഇവനെന്ന കപ്പും കൊണ്ടേ ഒരു കപ്പായിരിക്കൂല, കപ്പയായിരിക്കും. ജാസ്മിൻ ജാഫറിന്റെ ന്യൂസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, സന്തോഷം മതിയായി. നാളെ അവിടെ ശ്രുതികലശ. എത്ര ഒന്നറിയോ? ഒരു ലക്ഷം. ആർക്കറിയാം, ഇനി ദേവസ്വം കഴിക്കുകയാണോ ഓള് കഴിക്കുകയാണോ ഒന്നും അറിയില്ല. ഓളെ പോയി ഓളെ കഴിക്കണ്ടേ? ഇന്ന് ഓർത്തേ ഉള്ളൂ. അതെയോ? ആരാ? നേട്ടനെ ആയിരിക്കും. ഫുഡെല്ലാം കഴിച്ച് തിരിക്കുകയാണോ? കഴിച്ചിട്ടിരിക്കുകയാണോ? അവൻ്റെ കൂടെ നടന്നുകൊണ്ട് നിന്ന് ഒറ്റച്ച് പോയതായിരിക്കും നിന്റെ ഹസ്ബൻഡ്. തിരിഞ്ഞ് എങ്ങനെ മനസ്സിലായി? ഇതൊക്കെ എങ്ങനെ മനസ്സിലായി? നിങ്ങൾ പണ്ട് കാക്കാത്തിയായിരുന്നോ? ആയിരിക്കല്ലേ, ഇതൊക്കെ കറക്റ്റ് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഷെടാ, അതൊക്കെ ഒന്ന് ഉറക്കം വായിക്കണേ. അടുത്ത പ്രാവശ്യം എന്തായാലും ഇൻവിറ്റേഷൻ വരും. ഓക്കെ. ഹലോ ജസ്ന ചേച്ചി, അരുൺ. ഹായ്. ബിഗ് ബോസിലേക്കുള്ള പറഞ്ഞു. അബു യൂസഫ്, ശിവരാത്രിയുടെ ഐതിഹ്യം എന്താണെന്ന് പറയാമോ? എനിക്കറിയില്ല. ഞങ്ങളത്തരക്കാരൻ ചിരിയൻ ഫിലിപ്പ് സൈഡ് ഹായ്ഡാ. സമീർ, നീ അറിയില്ല മോളെ, കോരങ്ങാട് ഒരുമിച്ചുണ്ടായിരുന്നു. അടുത്ത അന്വേഷണം പറഞ്ഞു. ഓക്കെ. ഹായ് അരാം, എന്തായി ലൈവിൽ വന്നിട്ട് കാണാറില്ല? ലിസിയെ എന്നും കാണുന്നുണ്ട്, നിന്നെ കാണാറില്ല. അതെ, എല്ലാരെയും പേടിച്ചിട്ടാവും വരാണ്ട്. അത് ഐതിഹ്യമാണ്. അരനേട്ടൻ എന്തേ? തമിഴ് തെരിയുമാ? തമിഴ് തെരിയാതെ അണ്ണാ. ജസ്ന ചേച്ചിയും പിന്നെ ലസിത ചേച്ചിയും ഒരു സീസണിൽ വേണം. നല്ല സുഖമുണ്ടാവടാ. സൂപ്പറാടാ. ബിഗ് ബോസ് ഹൗസ് ഇങ്ങനെ പറക്കുന്നത് കാണാം. ഇവിടെ പോയാൽ ആളെ പോയവർ കച്ചവടമാക്കില്ല. ആളെ കച്ചവടമാക്കിയപ്പോൾ പുറത്താക്കും. ഓളെ കമ്മിക്കഥ കേൾക്കേണ്ടി വരും നമ്മള്. അല്ല, മറ്റേ ചാണകക്കഥ. മതം മാറിയിട്ടില്ല, മനുഷ്യനായിട്ടുണ്ട്, മതം വിട്ടിട്ടുണ്ട്. ജിഷ്ണു, where are you from? കാലിക്കറ്റ്. കാലിക്കട്ടളിയാ, കാലിക്കട്ട്. അടങ്ങൂ സഹോദര. നസ്രി എന്തോ മെസ്സേജ് കസിം ഹായ്. അനു, ചേട്ടൻ ഉറക്കം വരുന്നുണ്ടോ? അതങ്ങനെയാടെ ലൈവില് വന്നാല്. ലൈവില് വന്നാലാണോ? ആദ്യം പറ, എങ്ങനെയാ അവിടെ വരുമ്പോ? എങ്ങനെയെങ്കിലും ഒന്ന് നോക്കി വായിച്ചൊന്ന് ഒന്ന് ഉറങ്ങിയാ മതി. ഈ വായിക്കാന്ന് പറഞ്ഞാൽ അപ്പം ഉറക്കം വരും. ഒരു സൂക്കേടാണോ? എനിക്ക് BJP ഇഷ്ടമൊക്കെ ആയിരുന്നു. ഇപ്പം BJP പിടിച്ച് തിന്നണ്ട. പക്ഷെ ഇപ്പം ഞാൻ എടുത്ത തീരുമാനങ്ങൾ തെറ്റായിരുന്നോ എന്നുള്ളൊരു ആലോചനയില്ല. കാരണം എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് ഈ പറഞ്ഞ BJP-ക്കാരാണ്, സഹായിച്ചതും. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. എന്നെ സംഖ്യയെന്ന് വിളിക്കുന്നത് മാത്രം നിർത്തിയാൽ മതി നിങ്ങൾ. ഞാൻ ആ സംഖ്യയല്ല.
ആദ്യം എനിക്ക് സംഖ്യ എന്ന് വിളിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അങ്ങനത്തെ കുറേ സഹോദരന്മാരാണല്ലോ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം അതേ സംഖ്യകളാണ് കൊത്താൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഖ്യ എന്ന് വിളിക്കരുത്. ഞാൻ സംഖ്യ അല്ല, ഞാൻ മനുഷ്യനാണ്. അതായത് ജസ്ന സലീം എന്ന് പറയുന്ന ഒരു മനുഷ്യക്കുഞ്ഞാണ്. കിങ് ഓഫ് ഖത്തർ പക്ക സംഖി അതിൻ്റെ അച്ഛൻ. സംഖ്യ എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഖ്യ 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 എന്ന് വിളിക്കാൻ വരുന്നത്. വേറെ പറഞ്ഞു നോക്ക്, ജസ്ന എന്ന് വിളിക്കാതെ എനിക്ക് ഇഷ്ടമല്ലാന്ന്. 100-ൽ 199 ആൾക്കാരും ജസ്ന തന്നെ വിളിക്കൂ. നമുക്ക് എന്താണോ താല്പര്യമില്ലാത്തതായിരിക്കും എടുത്തേക്കാം. സുനിറ മുജീബ്, ജസ്ന ഒന്നും തോന്നല്ലേ, അറിയാഞ്ഞിട്ടാ എന്നും നിങ്ങളെ വീഡിയോസ് ഇപ്പോൾ കാണുന്നുള്ളത്, പക്ഷേ ഒന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങളിപ്പോൾ സ്വന്തം വീടായി നിൽക്കുന്നതല്ലേ, അതോ ഇവരുടെ വീട്ടിലാണോ? ഒരു പ്രതീക്ഷയാണ് സംഭവം. മനസ്സിലായില്ല വായിച്ചിട്ട്. അവരെന്തോ പറഞ്ഞതാണ് സംഭവം. ഓക്കെ, ചാണകം എന്ന് വിളിക്കാവോ? ചാണകവും. അബ്ദുൽ കബീർ, നട്ടുള്ള നാറിയിൽ പശുദേന മൻസൂർ കാദാ. ഹായ് മൻസൂർ കാ. കക്കോടി, പ്ലീസ് കോൾ മൈ നെയിം ആമിന. ഹായ് ആമിനത്ത. ഷഹാം നോക്കിച്ചോ. നോക്കിച്ചാ മതി. വീഡിയോ പനിയാണോ മുത്തേ? പനിയല്ല മൻസൂർക്ക, അത് ഡിപ്പോന്ന് എന്തോന്ന് കടിച്ചിട്ട് കൈക്ക് ഭയങ്കര വീക്കോ. കാറ് ചത്തു വയ്ക്കണ്ടോ? ഏകദേശം 2 ഗുളിക കുടിക്കുന്നുണ്ട്. ഭയങ്കര ക്ഷീണം. കൈ നല്ല ഭയങ്കര വീക്കാണ് കൈ. നിനക്ക് കിട്ടണം. നിനക്ക് പെൺപിള്ളേരുടെ പ്രാക്കാടാ. പെൺപിള്ളേരെന്ന് പറയണ്ട, തള്ളകൾ എന്ന് പറയും. തള്ളകളുടെ പ്രാക്കാടാ. ഒന്ന് മച്ചി ഒന്നിച്ചി. ടാർജറ്റ് ഫിനിഷ്. ഗുളിക കുടിച്ച് ഭയങ്കര ക്ഷീണം. കാരണം ഇതൊന്ന് ഈ ചൊറിച്ചിലൊക്കെ മാറാനുള്ള ഒരു ഗുളിയാ. അത് കുടിച്ചാൽ ഞാൻ ഇന്നലെ കുടിച്ചിരുന്നില്ല, ഇന്നിപ്പോൾ കുടിച്ചു നോക്കി. എന്തായാലും CP എന്ന് പറഞ്ഞിട്ടൊരു ഗുളിയാ. എന്താണ് അതിന്റെ പേര്? CP+ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോസ് കൂടിയതാ. ഭയങ്കര ക്ഷീണം, അതാണ് ഉറങ്ങിപ്പോയത്. ആരെ പറഞ്ഞ എന്റെ ചങ്കിനെ പറയുന്നത് ജസ്റ്റ് എനിക്ക് ചോദിക്കാനും പറഞ്ഞ ആൾക്കാരുണ്ട്. തൊണ്ട തുടിക്കല്ല. അപ്പൊ മൻസൂർക്ക ഞങ്ങൾ മെല്ലെ പോട്ടെ. എന്നാ എനിക്ക് തൊണ്ടവേദന എടുക്കുന്നുണ്ട്. പിടിച്ചിരുത്തിയതാ മൻസൂർക്ക. 2 മിനിറ്റ് ഇരിക്കുന്നതാണ്. അതിപ്പോ ഇരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ ഈ കല്യാണപ്പുരയിലൊക്കെ ഈ 2 മണിയൊക്കെ കഴിഞ്ഞാൽ ഏതെങ്കിലും കസേരയിൽ ഉണ്ടാവും നമ്മളെ ആ ചുരുണ്ട് കിടക്കുന്ന ചിലവന്മാര്. അവരന്ന് പൈക്കും എടാ ഒന്ന് പോകുമോ കോയിനെ വാങ്ങാനെന്ന് പറയുമ്പോ പോണോന്ന് ചോദിച്ചിട്ട് എണീക്കുന്ന ആ ഒരു ഫീലായിരുന്നു ഇപ്പൊ. എന്താ പറയാ, ഒന്നാമത് കൈ ചൊറിഞ്ഞിട്ട് പെണ്ണുങ്ങളെ പിരാക്കാടാ. തള്ളകളെ പിരാക്കാടാ. ഗുളിക എടുത്ത് കുടിച്ചതിന് ശേഷമാണ് നമ്മള് ഇതിന് വരുന്നത്. എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിപ്പിക്കുന്നത്. ആ ഹാങ് ഓവറിൽ എണീച്ച് പോകുന്നതാ. അത് കൈയിൻ്റെ വേദന, ആ ഉറക്കത്തിൻ്റെ ക്ഷീണം എല്ലാം കൂടി ആയിപ്പോയി. അപ്പൊ എന്തായാലും ബൈ. വീണ്ടും സന്ധിക്കും വരെ വണക്കം. ബൈ. ലേറ്റ് ആയി പോയി, സോറി.